ഇറ്റ്സ് മി ഷഫീഖ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഹൗ ടു ബ്രേക്ക് കംഫർട്ട് സോൺ. എങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാം. പല ആളുകളുടെയും ഒരു അവസ്ഥ എന്നത് പുതിയൊരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ, അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഘടകം എന്നത് കംഫർട്ട് സോണാണ്. ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്നും അതുപോലെ തുടരുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിലിരിക്കുന്ന ആളുകൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാറില്ല. അവർ നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണോ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥ എങ്ങനെ മാറ്റിയെടുക്കാം? പുതിയ പല ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആ കംഫർട്ട് സോൺ, ആ സുഖകരമായിട്ടുള്ള അവസ്ഥ നമ്മളെങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം എത്തിപ്പെടുന്നത് ഫിയർ സോൺ എന്നൊരു കാറ്റഗറിയിലാണ്. അപ്പോൾ ഫിയർ സോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിയർ സോണിൽ നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതായത് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഫിയർ ഓഫ് ഫെയിലിയർ, ഒരു പക്ഷേ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുമോ, അങ്ങനെ, അതല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഡൗട്ട്, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്ത, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാതിരിക്കുക. അതാണ് ഈ ഫിയർ സോൺ. അപ്പോൾ ഈ ഫിയർ സോണ് മറികടന്ന് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ ഫിയർ സോൺ മറികടന്ന് പോകുമ്പോൾ പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് ലേണിംഗ് സോൺ. അതായത് നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മുടെ ഗോളിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ഏരിയയാണ് ലേണിംഗ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് സോണിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലുള്ള ക്ലബ്ബിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പ്രസംഗ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടി വരും. നല്ല നല്ല പുസ്തകങ്ങൾ ദൈനംദിനമായിട്ട് വായിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ പണവും നമ്മുടെ സമയമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ലേണിംഗ് സോൺ. അപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ചെല്ലുന്നത് ഫിയർ സോൺ. ഫിയർ സോണിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലേണിംഗ് സോണിലെത്തുന്നു. ലേണിംഗ് സോണിൽ നമ്മൾ എന്ത് ചെയ്യണം? വേണമെങ്കിൽ സ്കില്ല് അക്വയർ ചെയ്യേണ്ടി വരും. പുതിയ ക്ലാസ്സുകൾ, പുതിയ പഠനങ്ങൾ ഒക്കെ നടത്തി പിന്നെ എത്തിച്ചേരുന്ന ഒരു ഏരിയയാണ് ഗ്രോത്ത് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് സോണ് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായ പ്ലാന് ഉണ്ടാക്കുക. ആ പ്ലാനിന് ഡെഡ് ലൈൻ ഉണ്ടാക്കുക. ഇന്ന സമയത്ത് നമ്മൾ ഈ ലക്ഷ്യം നേടിയെടുക്കും എന്നൊക്കെ വ്യക്തമായ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് ഈ ഗ്രോത്ത് സോണിലാണ്. അപ്പോൾ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ഫിയർ സോൺ മറികടക്കണം. ആത്മവിശ്വാസക്കുറവ്, മറ്റുള്ളവരുടെ പിന്തിരിപ്പൻ ചിന്ത, നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് കഴിയില്ല എന്ന ചിന്ത മാറ്റി എനിക്ക് കഴിയും എന്ന ചിന്ത കൊണ്ടുവരണം. അങ്ങനെ തുടങ്ങി ആ കാര്യങ്ങൾ മറികടന്ന് പിന്നെ നമ്മളെത്തുന്നത് ലേണിംഗ് സോൺ. അതിൽ ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ, സ്കില്ല് അക്വയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഓൺലൈൻ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, അതിന് പൈസ മുടക്കേണ്ടി വരും. അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീപ്പായിട്ട് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെത്തുന്നത് ഗ്രോത്ത് സോൺ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുക. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിയർ സോണ്, ലേണിംഗ് സോണ്, ഗ്രോത്ത് സോണ്, ഈ 3 സ്റ്റെപ്പിലൂടെ ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിച്ച ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.